ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ എന്താണ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിന്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യേണ്ട. സോ കണ്ടീഷൻ നമ്പർ 1 നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കണ്ടീഷൻ നമ്പർ 2 ആണ്. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? കണ്ടീഷൻ നമ്പർ 1 എന്തായിരുന്നു പറഞ്ഞാൽ റെസിഡ്യൂവൽ ഫ്ലക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ദ ഫീൽഡ് വൈൻഡിംഗ് ടെർമിനൽ ഷുഡ് ബി പ്രോപ്പർലി കണക്റ്റഡ് ടു ദ ആർമേച്ചർ വൈൻഡിംഗ് ടെർമിനൽ സോ ദാറ്റ് ദ ഇനീഷ്യൽ ഫീൽഡ് ഫ്ലക്സ് phi f is aiding existing phi r. What do you mean by phi r? ഈ phi r എന്ന് പറഞ്ഞാൽ എന്താ? phi r എന്ന് പറഞ്ഞാൽ എന്താ? phi r എന്ന് പറഞ്ഞാൽ റെസിഡ്യൂവൽ ഫ്ലക്സ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞതാണ്. റെസിഡ്യൂവൽ ഫ്ലക്സ് ആണ് phi r എന്ന് പറയുന്നത്. Otherwise the machine cannot build up a voltage in self-excited DC generator. For example, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ as DC ഷണ്ട് ജനറേറ്റർ. ഞാൻ ഇവിടെ ഒരു DC ഷണ്ട് ജനറേറ്റർ വരച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഷണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ വൈൻഡിങ് ടെർമിനലും ഫീൽഡ് വൈൻഡിങ് ടെർമിനലും അതിന് എക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ആർമേച്ചർ ടെർമിനലിനെ ഞാൻ എ ഡാഷ് എന്നും ഫീൽഡ് ടെർമിനലിനെ ഞാൻ ആർമേച്ചർ ടെർമിനലാണിത്, ഇതിനെ ഞാൻ ഇത് ഫീൽഡ് ടെർമിനലാണ്, എഫ് ഡാഷ്. എഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡും എഫ് ഡാഷ് നെഗറ്റീവ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്തു. ഇത് എ ഡാഷ് ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ. ഇതാണ് ആർമേച്ചർ, ഇതാണ് ഫീൽഡ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ. ഹിയർ ദ ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ is connected across armature winding terminal. Here the field winding terminal F dash is connected across the armature winding terminal A dash. Right? Yes. അപ്പൊ എന്ത് മനസ്സിലായി? എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ ആണ്, എ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ് ടെർമിനൽ ആണ്. ഇവിടെ നമുക്കറിയാം phi r എന്ന് പറയുന്ന ഒരു റെസിഡ്യൂവൽ ഫ്ലക്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. phi r നിലവിലുണ്ട്. നേരത്തെ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ phi r നിർബന്ധമാണ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം phi r ഇവിടെ ഉണ്ട്, റെസിഡ്യൂവൽ ഫ്ലക്സ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് റെസിഡ്യൂവൽ ഫ്ലക്സ് എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ മുമ്പത്തെ വീഡിയോ കാണണേ. ഈ സീരീസ് സെൽഫ് എക്സൈറ്റഡ് ഫസ്റ്റ് വീഡിയോ കാണണം. സോ phi r ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, phi r എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ? phi r എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഇൻ ദ ഫീൽഡ് വൈൻഡിങ്. അതാണ് നമ്മുടെ റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. റൈറ്റ്? phi r എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ റെസിഡ്യൂവൽ ഫ്ലക്സ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഇൻ ഫീൽഡ് വൈൻഡിങ് വിത്തൗട്ട് എനി എക്സൈറ്റേഷൻ അല്ലേ? അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഇത് ആർമേച്ചർ ആണ്. ആർമേച്ചറിന് ഇവിടെ ഒരു ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷാഫ്റ്റിലേക്ക് നമ്മളൊരു പ്രൈം മൂവർ കണക്ട് ചെയ്യാണ്. ഒരു പ്രൈം മൂവർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ദിസ് ഈസ് പ്രൈം മൂവർ, നമുക്ക് PM എന്ന് വിളിക്കാം. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ കണ്ടീഷൻ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഹിയർ ദ ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ മസ്റ്റ് ബി, ഫീൽഡ് വൈൻഡിങ് ടെർമിനലിന്റെയും ആർമേച്ചർ വൈൻഡിങ് ടെർമിനലിന്റെയും പൊളാരിറ്റി സെയിം ആയിരിക്കണം. ഹിയർ the polarities of field winding terminal and armature winding terminal should be same ആയിരിക്കണം. അതുകൊണ്ട് ആ പൊളാരിറ്റി കാണിക്കാൻ വേണ്ടി ആ പൊളാരിറ്റി വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തത്. സോ ഇവരുടെ രണ്ടുപേരുടെയും പൊളാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് the polarity of the field winding terminal must be same as that of the polarity of the armature winding terminal. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? why അങ്ങനെ പറയുന്നത് എന്തിനാ? അത് ആർക്ക് വേണ്ടിയാ പറയുന്നത്? ആരോടെങ്കിലും കൈക്കൂലി മേടിച്ചിട്ട് പറയുന്നതാണോ? അല്ല. എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചെങ്കിൽ അത് മനസ്സിലാകാനായിട്ട് ഞാൻ നിങ്ങളെ രണ്ട് കേസുകളായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് രണ്ട് ടെർമിനലിന്റെയും പൊളാരിറ്റീസ് സെയിം ആവണം എന്ന് പറയുന്നതെന്നുള്ള കാര്യം
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് കേസ് 1 ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് കേസ് 1 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, polarities of two windings are same. polarities of രണ്ട് വൈൻഡിങ്, അതായത് ഫീൽഡ് വൈൻഡിങ് ടെർമിനലിന്റെയും അർമേച്ചർ വൈൻഡിങ് ടെർമിനലിന്റെയും പൊളാരിറ്റീസ് സെയിം ആണ് എന്നുള്ള അസംഷൻ ആണ് നമ്മുടെ കേസ് 1 നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ ഇനീഷ്യലി ഇവിടെ എന്തുണ്ട്? ഇനീഷ്യലി ഇവിടെ ഒരു ഫീൽഡില് ഒരു ചെറിയൊരു ഫ്ലക്സ് ഉണ്ട്, 5r, സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലക്സ്, അതാണ് റെസിഡ്യൂവൽ ഫ്ലക്സ്. അപ്പോ നമ്മളിവിടെ ഇവിടെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഉണ്ടല്ലോ, ഉണ്ട്. സോ ചെറിയ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ചെറിയ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ആണെങ്കിൽ അതൊരു ഫ്ലക്സ് ആണ്, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇവിടെ നമ്മൾ ഈ പ്രൈം മൂവർ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? അക്കോർഡിംഗ് ടു ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരു EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും. സേ EG1 EMF എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ EMF കാരണം ഇവിടെ എന്തു? IF1 എന്ന് പറയുന്ന ഒരു ഫീൽഡ് കറണ്ട് വീണ്ടും ഇൻഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഈ IF1 എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ IF1 എന്ന് പറയുന്നത് വീണ്ടും ഈ ഫീൽഡ് ടെർമിനലിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ആ IF1 എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഉള്ള φr കാരണം φr ഉണ്ട്, ആ റൊട്ടേറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻഡ്യൂസർ EMF ഉണ്ടായി, അത് കാരണം ഒരു IF1 ഉണ്ടായി. നമുക്കറിയാം ഈ IF1 കാരണം വീണ്ടും മറ്റൊരു ഫ്ലക്സ് ഉണ്ടാവുന്നു, ദാറ്റ് ഈസ് φF1 എന്ന് പറയുന്ന മറ്റൊരു ഫ്ലക്സ്. ഓക്കെ, സോ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല നിലവിൽ ഇപ്പോഴത്തെ നിലവിൽ ഫൈനെറ്റ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഫ്ലക്സ് പ്ലസ് ഇപ്പൊ ഉണ്ടായ പുതിയ ഫ്ലക്സ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. കാര്യം എന്താന്ന് ചോദിച്ചെങ്കിൽ, ഇതെന്തുകൊണ്ട് പറയാൻ കഴിയില്ല എന്ന് ചോദിച്ചെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്താ പറഞ്ഞ, φr കാരണം ഒരു EMF ഇൻഡ്യൂസ് ആയി EG1, അത് കാരണം ഒരു IF1 എന്ന് പറയുന്ന കറണ്ട് ഉണ്ടായി, അത് കാരണം φF1 ഉണ്ടായി. അപ്പൊ ടോട്ടൽ ഫൈനെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചെങ്കിൽ, ഈ ഫൈ കാരണം, അതായത് ഈ ഫൈ കാരണം അടുത്തൊരു ഇവിടെ φr കാരണം EG1 ഉണ്ടായതുപോലെ തന്നെ ഈ ഫൈ കാരണം അടുത്തൊരു EMF വീണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ, ഉണ്ട്. ആ EMF എന്ത് ചെയ്യും? ആ EMF കാരണം IF2 എന്ന് പറയുന്ന മറ്റൊരു ഫീൽഡ് കറണ്ട് ഉണ്ടാകും. ആ ഫീൽഡ് കറണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഫീൽഡ് ടെർമിനൽസിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോ മറ്റൊരു φF2 എന്ന് പറയുന്ന മറ്റൊരു സാധനം ഉണ്ടാകുമല്ലോ, ഉണ്ടാകും. ഇപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഫൈനെറ്റ് എന്ന് പറയുന്ന φr പ്ലസ് φF1 പ്ലസ് φF2 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ ഫൈനെറ്റ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? φr പ്ലസ് φF1, അതിന് ഞാൻ φ1 എന്ന് വിളിച്ചു, φF2 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതാണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ശരിയല്ലേ? ഈ φF2 കാരണം EG3 എന്ന് പറയുന്ന മറ്റൊരു ഇതുണ്ടാകാം, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. മനസ്സിലായോ? ദിസ് വിൽ ബി കണ്ടിന്യൂസ് അപ് ടു എവിടം വരെ? അപ് ടു സാച്ചുറേഷൻ പോയിന്റ്. സാച്ചുറേഷൻ പോയിന്റ് വരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? സോ ലൈക്ക് ദിസ് വോൾട്ടേജ് എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്ത് വരും. അപ്പൊ എന്താണ്? So like this voltage buildups. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫീൽഡ് വൈൻഡിങ് ടെർമിനലിന്റെയും ആർമേച്ചർ വൈൻഡിങ് ടെർമിനലിന്റെയും പൊളാരിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം ഈ ഒരു റീസൺ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ സെയിം അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് നമുക്കൊന്ന് നോക്കാം. ഇഫ് സെയിം അല്ലെങ്കിലോ? നിങ്ങളിങ്ങനെ സെയിം ആവണം എന്ന് പറയുന്നുണ്ട്. സെയിം അല്ലെങ്കിലോ? അപ്പൊ കേസ് 2 ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കേസ് 2 polarities of two windings are not same, അല്ലെങ്കിൽ are opposite എന്ന് നമുക്ക് വിചാരിക്കാം. are opposite. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനീഷ്യലി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഇനീഷ്യലി അവിടെ ഒരു ചെറിയൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, റൈറ്റ്? ഇനീഷ്യലി ഇവിടെ ചെറിയൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, φr എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലക്സ് കാരണം എന്തുണ്ടായി? EG1 ഉണ്ടായി. അത് കാരണം IF1 ഉണ്ടായി, അത് കാരണം φF1 ഉണ്ടായി. അതേ സംഭവം തന്നെ ഇവിടെ നടക്കും, റൈറ്റ്?
ഇനീഷ്യലി എന്തായിരുന്നു 5R ഉണ്ടായിരുന്നു. ആ 5R കാരണം എന്ത് ചെയ്തു, EG1 എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി. അത് പ്രൈം മൂവർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഫാരഡയുടെ നിയമപ്രകാരമാണ് EG1 ഉണ്ടായത്. EG1 കാരണം IF1 ഉണ്ടായി. ഈ IF1 എന്ത് ചെയ്യുന്നു, ഫീൽഡ് വൈൻഡിങ്ങിലൂടെ പാസ് ചെയ്യും. അപ്പൊ 5F1 ഉണ്ടാകും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഫീൽഡ് ഫ്ലക്സ്. നമ്മള് ഇവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതിയപ്പോ ഒരു കാര്യം പറയായിരുന്നു അല്ലേ? എന്തായിരുന്നു പറഞ്ഞത്? ഇനീഷ്യൽ ഫീൽഡ് ഫ്ലക്സ് ഷുഡ് എയ്ഡ് ദ എക്സിസ്റ്റിംഗ് 5R. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഫീൽഡ് ഫ്ലക്സ്. ഇനീഷ്യലി ഉണ്ടായ ഫ്ലക്സ് അത് എയ്ഡ് ചെയ്യണം 5R ആയിട്ട്. സോ ഇതാണ് ഇനീഷ്യൽ ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ ഫൈനറ്റ് എടുത്താൽ എന്ത് വരും? ഈ ഒരു കേസിൽ നിങ്ങൾ ഫൈനറ്റ് എടുത്തു കഴിഞ്ഞാൽ 5R മൈനസ് 5F1 എന്നല്ലേ വരിക? കാര്യം രണ്ടും ഒപ്പോസ് ചെയ്യാണ്. സോ 5R മൈനസ് 5F1 എന്ന് വരും. റൈറ്റ്? യെസ്, 5F1 എന്ന് വരും. റൈറ്റ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ 5F എന്ന് പറയുന്നത് 5Rന് ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ ഒരു എന്താ പറയാ, ഫോർ എക്സാമ്പിൾ അല്ലേ പോട്ടെ, നമ്മളിത് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് കേസിൽ തന്നെ അഥവാ 5F1 ഇനീഷ്യൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 5F1 എന്ന് പറയുന്ന 5Rന് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കും. ഫൈനറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനറ്റ് ഈസ് ഈക്വൽ ടു രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് വരും. ഓക്കെ, ഫൈനറ്റ് 0 ആണെങ്കിൽ EGയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ എന്തായി, നമുക്കിവിടെ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. That's why in order to build up a voltage in the machine, the polarities of the field winding terminal must be same as that of the polarity of the armature winding terminal. Otherwise the generator fails to build up the voltage. അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. സോ കണ്ടീഷൻ നമ്പർ 3 നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. കണ്ടീഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആർമേച്ചർ വൈൻഡിങ് ടെർമിനലും ഫീൽഡ് വൈൻഡിങ് ടെർമിനലും പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യുക. അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, കണക്ട് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാണ്. തേർഡ് കണ്ടീഷൻ നമ്പർ 3, വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള തേർഡ് കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. കണ്ടീഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ speed of generator must be above its critical speed. ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും മുകളിലായിരിക്കണം നമ്മുടെ ജനറേറ്ററിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ്? വാട്ട് ഡു യു മീൻ ബൈ ക്രിട്ടിക്കൽ സ്പീഡ്? എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ? ഇത് മനസ്സിലാകാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് 3 കേസുകൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. 3 കേസുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് 1 RPM, അതായത് നമ്മുടെ ജനറേറ്റർ ഇനീഷ്യലി 1 RPM കടന്ന് കറങ്ങുമായിരുന്നു എന്ന് വിചാരിക്കും. പിന്നെ അത് 50 RPM വരെ ആയി. പിന്നെ അത് എന്തായി? 50 RPM വരെ ആയി. പിന്നീട് അത് 1000 RPM വരെ പോയെന്ന് വിചാരിക്കും. ഇതാണ് അതിന്റെ റേറ്റഡ് സ്പീഡ് എന്ന് വിചാരിച്ചു. ഇതാണ് അതിന്റെ റേറ്റഡ് സ്പീഡ്. ഓക്കെ, ഇനീഷ്യലി അത് 1 RPM ആയിരുന്നു. അത് കറങ്ങി അവസാനം അത് എന്ത് ചെയ്തു? കൂടി 1000 RPM വരെ. ഇതാണ് അതിന്റെ റേറ്റഡ് സ്പീഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഇതാണ് അതിന്റെ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് വിചാരിക്കും. ക്രിട്ടിക്കൽ സ്പീഡ് നമുക്ക് തൽക്കാലം NC, എന്നിനെ നമ്മൾ സ്പീഡ്, N എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, C എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ എന്നുള്ള രീതിയിൽ. ഇവിടെ EGയുടെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ EGയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 അല്ലായിരിക്കും. ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പീഡ് ഓഫ് ദ ജനറേറ്റർ
ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ദ ജനറേറ്റർ ബിലോ വിച്ച്, അതിന് താഴെ എന്തായിരിക്കും, ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ദ വോൾട്ടേജ്. അതായത് ഇ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. അതായത് ജനറേറ്റർ ഫെയിൽസ് ടു ബിൽഡ് അപ്പ് ദ വോൾട്ടേജ്. ഇറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ സ്പീഡ്. എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ? എൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എൻ സി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ speed of the generator. It is the speed of the generator below which generator fails to build up of the voltage. It is known as critical speed. സംഭവം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. കണ്ടീഷൻ നമ്പർ 3, സ്പീഡ് ഓഫ് ദി ജനറേറ്റർ മസ്റ്റ് ബി അബവ് ദ ക്രിട്ടിക്കൽ സ്പീഡ്. ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും മുകളിലാണെങ്കിൽ മാത്രമേ ഇ ജിയുടെ വാല്യൂ 0 അല്ല എന്ന് പറഞ്ഞാൽ ഇ ജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. താഴെയാണെങ്കിൽ എന്താണ്? ഇ ജിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള നെക്സ്റ്റ് കണ്ടീഷൻ നമ്പർ 3 ഇതായിരുന്നു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻ ആണ്, കണ്ടീഷൻ നമ്പർ 4. കണ്ടീഷൻ നമ്പർ 4 എന്താണ്? കണ്ടീഷൻ 4 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് must be less than the critical resistance. Must be less than the critical resistance. Fine. അത്രേ ഉള്ളൂ. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെ നമ്മൾ ആർ സി എന്നാണ് പറയുന്നത്. റെസിസ്റ്റൻസ് ആർ സി. ഓക്കെ, ഫൈൻ. പക്ഷെ ഇപ്പൊ എന്താണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? അത് മനസ്സിലാകാനായിട്ട് നമ്മൾ ക്രിട്ടിക്കൽ സ്പീഡ് പറഞ്ഞ പോലെ തന്നെ 3 കണ്ടീഷൻസ് നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, കണ്ടീഷൻസ് നമ്മൾ ഇവിടെ എടുത്തു. ഇവിടെ ഒരു 1 ഓം ആണെന്ന് വിചാരിച്ചു, ഇതൊരു 300 ഓം ആണെന്ന് വിചാരിച്ചു, ഇതൊരു 400 ഓം ആണെന്ന് വിചാരിച്ചു. ഓക്കെ, പോട്ടെ, ഒരു 500 ഓം ആണെന്ന് വിചാരിച്ചു. 400 ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഒരു ഓളത്തിന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 500, ഇതൊരു 500 ഓം ആണെന്ന് വിചാരിച്ചു. 500 ഓം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ ഇ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ ഇ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? വാട്ട് യു മീൻ ബൈ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രിട്ടിക്കൽ സ്പീഡ് ഇതാണ് ഇതിന്റെ ഇനീഷ്യലി ഉള്ളത്, ഇതാണ് അതിന്റെ ഫൈനലി അല്ലെങ്കിൽ റേറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ആർ സി, ക്രിട്ടിക്കൽ സ്പീഡ്. അപ്പൊ എന്ത് മനസ്സിലായി? ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആർ സി മീൻസ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് above which generator fails to build up the voltage. ക്രിട്ടിക്കൽ സ്പീഡിന്റെ മുകളിലേക്ക് എന്തായിരിക്കും? ഇ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആർ സി ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് above which generator fails to build up the voltage. Okay, so in order to build up a voltage in a self-excited DC generator, എന്താണ്? അപ്പോ എന്താ ആർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ സി എന്ന് പറഞ്ഞാല് മനസ്സിലായല്ലോ. എൻ സി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ, അതിന് താഴേക്ക് ഇ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. ആർ സി എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലേക്ക് ഇ ജിയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? ഈ നമ്മൾ 4 കണ്ടീഷൻ പറഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങിൽ എന്തുണ്ടായിരിക്കണം?
ഫീൽഡ് പോൾസിൽ റെസിഡ്യൂവൽ ഫ്ലക്സ് 5R ഉണ്ടായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡ് വൈൻഡിങ് ടെർമിനലും ആർമേച്ചർ വൈൻഡിങ് ടെർമിനലും അതിന്റെ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യണം. അതിന്റെ പൊളാരിറ്റി സെയിം ആയിരിക്കണം. തേർഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി എബവ് ഇറ്റ്സ് ക്രിട്ടിക്കൽ സ്പീഡ്. പക്ഷേ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ നമ്പർ 4, റെസിസ്റ്റൻസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് മസ്റ്റ് ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം in order to build up a voltage in a self-excited DC generator, these four conditions should be satisfied. These four conditions should be satisfied. So, if any one of the condition is not satisfied by the generator, it cannot build up the voltage. അപ്പോൾ ഈ നാല് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ EMF ജനറേറ്റ് ചെയ്യും. 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ EMF ജനറേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു,